മോളും ഉള്ളപ്പോ വിച്ച് ഉണ്ടായിരുന്നില്ലേ? മോക്ക് വിച്ചേട്ടൻ എങ്ങനെയായിരുന്നു? ഭയങ്കര ഇഷ്ടം. ഇവർക്ക് കൊടുക്കുന്ന പോലെ ഇഷ്ടമായിരുന്നു വിച്ചാണ്. നമുക്കത് ഭയങ്കര വിഷമമായിരുന്നു. നമുക്ക് പറയാൻ അവനെ പറ്റി ഒന്നും പറയാതിരിക്കാനൊന്നും പറ്റത്തില്ല. ഒരുപാട് മിസ് ചെയ്യുന്നു അവന്. അല്ല എല്ലാരും എപ്പോഴും കൂടെ കാണണം എന്നില്ലല്ലോ. കുഴപ്പമില്ല, വിഷമിക്കല്ലേ. മൂവ് ഓൺ ചെയ്തേ പറ്റൂ. ഇനിയിപ്പോ എന്താ വീഡിയോസ് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അടിപൊളിയാ. കല്യാണം കഴിഞ്ഞു, വൈഫിനെ നോക്കണം, കുടുംബം നോക്കണം, പ്രാരാബ്ധമായി. അല്ലല്ല, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ റൂമിൽ ഇരിക്കുമ്പോഴോട് ഞാൻ പറയും ഇവനെ പറ്റി. അത് നമുക്ക് ഞാൻ ഒരിക്കലും അത് അവനെ പറ്റി മറക്കത്തില്ല. അത് എത്ര കാലമാണെങ്കിലും. അങ്ങനൊന്നും മറക്കാൻ പറ്റത്തില്ല. മനസ്സിലായി. അതാർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. വിഷമിക്കാതിരിക്കും. ഓക്കെ ആവും, കുഴപ്പമൊന്നുമില്ല. നീ വിഷമിച്ചത് കൂടെ ഉള്ളവരൊക്കെ വിഷമിച്ചിരിക്കുന്നു. എങ്ങനെ ഇരുന്നവരാ? കരയല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. കൈ പിടിച്ചിരിക്കാൻ ആള് കൂടെ ഇരിക്കുവല്ലേ അല്ലേ? ദേവ ഒരു പാട്ട് പാടിത്തരുവോ? എന്താ പാട്ട് പാടാത്തെ? എന്താ പാട്ട് പാടാത്തെ? അറിയത്തില്ല. ദേവ് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? രണ്ടില് എന്തൊക്കെയാ പഠിപ്പിക്കുന്നേ? ക്ലാസ്സിൽ കയറാത്ത എന്നോട് അല്ല. സ്കൂളിൽ പോവാറുണ്ടോ? എക്സാം അല്ലേ? എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഭയങ്കര ലീവായിരുന്നു. വീഡിയോസിന് വേണ്ടിട്ടാണോ ലീവ് എടുത്തേ? അതന്നെ പനി. സ്കൂളിൽ പോവാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. സ്കൂളിലെ ഹീറോയിൻ ആണെന്നാണ് കേട്ടത്. ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയുന്നത് വീഡിയോസ് ഒക്കെ കണ്ടിട്ട്, സിനിമയൊക്കെ കണ്ടിട്ട്? ഞങ്ങളെ ക്ലാസ്സിലുള്ള പിള്ളേരും നമ്മുടെ ക്ലാസ് ടീച്ചറെ സനൂപ മാം ഭയങ്കര സപ്പോർട്ടാ. സിനിമ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മിക്കവരും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ കൂടെ ഇരിക്കുന്ന ആളൊരു കണ്ടെന്ന് ഉറപ്പാണോ? കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു മോളുടെ അഭിനയം? ഈ ചെറിയ സ്ക്രീനിൽ നിന്ന് വലിയ സ്ക്രീനിലേക്ക് പോയപ്പോൾ ഒരു സംഭവം എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു മൊമെന്റ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടാവുന്ന നല്ലൊരു അച്ചീവ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് വീഡിയോ ചെയ്ത് ഒരാളെങ്കിലും സ്ക്രീനിൽ കയറി എന്നുള്ളൊരു സന്തോഷം. നമുക്കോ പറ്റിയില്ല, മോക്കെങ്കിലും പറ്റി. നമ്മളോട് വീഡിയോ ചെയ്ത് നടന്നല്ലേ. ചെറിയൊരു ഫോണിൽ നിന്ന് അത്രയും വലിയ ബിഗ് സ്ക്രീനിൽ വരുന്നത് വലിയ കാര്യമാണ്. അത് ഇവളുടെ കഴിവ്, നമ്മളോട് എന്നുള്ളൊരു സഹകരണം എല്ലാം. പിന്നെ ഇവർ അച്ഛനും അമ്മയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും ഈ വീഡിയോ ചെയ്യുന്നതിലും എല്ലാത്തിനും. കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെ വീഡിയോ ഉണ്ടോ അവിടെ കൊണ്ടുപോകും. എന്ത് ചെയ്യണോ അത് കറക്റ്റായിട്ട് തന്നെ ഇവൾ ചെയ്തു തരും. നമുക്കിപ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൾ കറക്റ്റായിട്ട് കുറച്ച് ടൈം എടുത്താലും പുള്ളിക്കാർ കറക്റ്റായിട്ട് ചെയ്തു തരും. അതൊക്കെ അവളൊരു പ്ലസ് പോയിന്റ്. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. നമ്മളത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കണം ഇങ്ങനെയാണെന്നുള്ളത്. ബാക്കിയെല്ലാം അവളെ കയ്യില്. ഈ കണ്ടന്റിന്റെ ഐഡിയാസ് ഒക്കെ ആരുടെയാ? അത് നമ്മളെ തന്നെ. ഞാൻ തന്നെ കണ്ടന്റ് ആദ്യം ചിന്തിക്കും, ഇന്നതാണ് കണ്ടന്റ്. പിന്നെ അത് ക്രിയേറ്റ് ചെയ്യും എങ്ങനെ വേണോന്നുള്ളത്. പിന്നെ ഓരോരോ കാസ്റ്റിംഗ് കൊടുക്കും. എന്ന് വെച്ചാൽ ഇത്ര ആൾക്കാരുണ്ട്, ഇത്ര ആൾക്കാർക്ക് ഇത്രയും. എല്ലാവർക്കും ഉള്ള പൊസിഷൻസ് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന. ഇപ്പം ഇവനൊരു റോൾ ഉണ്ടെങ്കിൽ അവന്റെ എന്താണെന്നുള്ളത് അവന് ഞാൻ പറഞ്ഞു കൊടുക്കും. അളിയാ നിൻ്റെത് ഇതാണ്, ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം അത് അവൻ ചെയ്യും. ഇപ്പം മോൾക്ക് ആപ്റ്റ് ആവുന്ന റോൾസ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. കൊച്ച് കൂടുതൽ ഇവൾ എൻ്റെ കൂടെ ചേർത്തുള്ളത് എൻ്റെ മോളായിട്ടാണ്. എൻ്റെ 2-3 ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 നല്ല രീതിയിൽ റീച്ച് ആയിരുന്നു. ജോജി തമ്പിയൊക്കെ വന്ന് എനിക്കൊന്ന് മെസ്സേജ് കിട്ടായിരുന്നു, മോനെ കൊള്ളായിരുന്നു, മോളുടെ അഭിനയം സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.